ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. ദ്വിരാഷ്ട്രവാദം അംഗീകരിക്കുക, ലോകം ഇടപെട്ടുകൊണ്ട് അതിർത്തി തിരിച്ചു കൊടുക്കുക, ഫലസ്തീനോട് അവരുടെ കാര്യം നോക്കാൻ പറയുക, ഇസ്രായേലിന് അവരുടെ കാര്യം നോക്കാൻ പറയുക. പക്ഷെ സാധ്യമല്ല. കാരണം ഹമാസിന് ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം കിട്ടിയാൽ പോരാ, ഇസ്രായേൽ ഇല്ലാതായി ഇസ്രായേൽ ഭൂപ്രദേശം കൂടി ഫലസ്തീന്റെ ഭാഗമാവണം. അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാതിരിക്കുന്നത്. ഒരു പരിധി വരെ ഈ സംഘർഷം തുടരാൻ കാരണം അമേരിക്കയുടെ നിലപാടാണ്. അമേരിക്ക ഇസ്രായേലിനൊപ്പമാണ് എന്ന് പറയുമ്പോഴും അവർ ഒരു പരിധിക്കപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നു കയറാൻ അനുവദിക്കാറില്ല. ഈ ഒരു പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി കൂട്ടക്കൊല നടത്തിയത്. അതോടെ ഇസ്രായേൽ അമേരിക്ക എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കും, ഇനി ഫലസ്തീൻ പോലും വേണ്ട, ആ ഭൂപ്രദേശം കൂടി ഞങ്ങൾ ഇസ്രായേലിൽ ചേർക്കാൻ പോകുന്നു എന്ന് വാശിയിൽ രംഗത്തിറങ്ങി. കഴിഞ്ഞ 1.5 വർഷമായി യുദ്ധം തുടരുകയാണ്. അതിനിടയിലാണ് ട്രംപ് അധികാരത്തിലെത്തുന്നത്. ട്രംപിന്റെ നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. ട്രംപ് പറയുന്നു, ഇസ്രായേലെ നിങ്ങൾ നിലനിൽപ്പിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിന് ഞങ്ങളുടെ പിന്തുണയുണ്ട്, അതിന് നിബന്ധനയൊന്നുമില്ല. ട്രംപിന്റെ ഈ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ വെടിനിർത്തൽ ഇല്ലാതാവാൻ കാരണമായത്. ജനുവരിയിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു. ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ്, അതായത് ബൈഡന്റെ അവസാനത്തെ ആഴ്ചയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. ഈ വെടിനിർത്തൽ ഇപ്പോൾ നിലവിൽ വന്നിട്ട് 3 മാസമാകുന്നു. ഇത് 2 മാസമായപ്പോഴും വെടിനിർത്തൽ ഇല്ലാതായി. അതിന് കാരണം 1ാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കുറേയധികം ഇസ്രായേലി തടവുകാരെ ഹമാസ് വിട്ടയച്ചു. പകരം ഇസ്രായേൽ തടവിലാക്കിയിരുന്ന ഫലസ്തീൻ തടവുകാരെയും വിട്ടയച്ചു. കുറേയധികം മാനുഷിക സഹായങ്ങളും എയ്ഡുകളും ഒക്കെ കൊടുത്തു. എന്നാൽ 2ാം ഘട്ട ചർച്ചയിലേക്ക് പോയില്ല. 2ാം ഘട്ട ചർച്ചയിലേക്ക് പോകണം എന്നുള്ള ഇടവേളയിൽ ഒന്നും സംഭവിച്ചില്ല. ഈ ഒന്നും മുമ്പോട്ട് പോകാതിരുന്നപ്പോൾ ട്രംപ് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. ഇസ്രായേൽ കയറി ഗസയിൽ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വീണ്ടും ആരംഭിച്ചു. പക്ഷേ ചെറുവിരൽ അനക്കാൻ ഹമാസിന് കഴിഞ്ഞില്ല. അത്രമാത്രം ദുർബലമാണ് ഹമാസ്. ഒരു മിസൈൽ പോലും ഇസ്രായേൽ നേരെ തൊടുക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. കാരണം അവർക്കറിയാം, അമേരിക്ക രക്ഷിക്കത്തില്ല, അമേരിക്ക വെടിനിർത്തൽ മുൻകൈ എടുക്കില്ല, അമേരിക്ക തങ്ങളെ കൈവിട്ടിരിക്കുന്നു. ട്രംപ് ഭരിക്കുന്നിടത്തോളം കാലം ഹമാസിന്റെ വിളച്ചിൽ നടക്കില്ല, ബാർഗെയിൻ നടക്കില്ല എന്നവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഒരു മിസൈൽ പോലും ഇസ്രായേൽ നേരെ വിട്ടില്ല. ഇസ്രായേൽ ആവട്ടെ നിരന്തരം ഗസയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു.